ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം. കാപ്പുകെട്ട് ചടങ്ങുകൾ നടക്കുന്നു. നമുക്ക് അമൽ ചേരുന്നുണ്ട് തത്സമയം. അമൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം വന്നിരിക്കുകയാണ്. കാപ്പുകെട്ട് ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? മോത്തി, ഇനിയുള്ള 9 ദിവസങ്ങൾ തിരുവനന്തപുരത്തിന് ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാപ്പുകെട്ട് ചടങ്ങും കഴിഞ്ഞു. ഇന്ന് കുംഭമാസത്തിലെ ഇന്നു മുതലുള്ള ഇനിയുള്ള 9 ദിവസങ്ങൾ, ആ 9 ദിവസങ്ങളാണ് കുംഭമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങുന്ന ഉത്സവം പൊങ്കാലയോടുകൂടി അവസാനിക്കുന്നത്. കാപ്പുകെട്ട് ചടങ്ങുകളാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാപ്പുകെട്ട് ചടങ്ങുകൾ പൂർത്തിയായ ശേഷം പിന്നീട് ഉത്സവ ലഹരിയിലേക്ക് ആറ്റുകാൽ അമ്പലവും പരിസരവും മാറും. ദേവീ ശരണ മന്ത്രമുഖരിതമാണ് ആറ്റുകാൽ അമ്പലവും പരിസരവുമെല്ലാം. ഇന്നലെ മുതൽ തന്നെ വലിയ തോതിലുള്ള ഒരു തിരക്ക് ആറ്റുകാൽ അമ്പലത്തിലേക്ക് ഉണ്ടായിരുന്നു. ഈ കാപ്പുകെട്ട് ചടങ്ങ് എന്ന് പറയുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ആറ്റുകാൽ അമ്പലത്തിലെ ഈ ആചാരങ്ങളും ചടങ്ങുകളും എല്ലാം തികച്ചും വ്യത്യസ്തമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ കൊടിയേറ്റോടു കൂടിയാണ് ഉത്സവത്തിനൊക്കെ ആരംഭം കുറിക്കുന്നത് എങ്കിൽ ആറ്റുകാലിൽ അങ്ങനെയല്ല. ആറ്റുകാലിൽ കാപ്പുകെട്ട് എന്ന് പറയുന്ന ചടങ്ങോട് കൂടിയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. 2 കാപ്പുകൾ, അതായത് പഞ്ചലോഹത്തിൽ തീർത്ത 2 കാപ്പുകളുണ്ട്. അതിലൊന്ന് ദേവിയുടെ ഉടവാളിലും മറ്റൊന്ന് മേൽശാന്തിയും ധരിക്കും. അതിനുശേഷമാകും ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 9 ദിവസങ്ങളിൽ പുറപ്പെടാ ശാന്തിയായി ഈ ക്ഷേത്രത്തിൽ വിഷ്ണുവാസുദേവൻ നമ്പൂതിരി ഇവിടെ തുടരും. മേൽശാന്തിക്ക് മേൽശാന്തിയാകും ഈ കാപ്പ് കെട്ടി കൊടുക്കുന്നത്. അതിനുശേഷം മേൽശാന്തി ദേവിയുടെ ഉടവാളിലേക്ക് ഈ കാപ്പ് കെട്ടി കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ എന്ന് പറയുന്നത്. ഈ തോറ്റംപാട്ടുകാർ തോറ്റംപാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് കൊടുങ്ങല്ലൂർ അമ്മയെ ആവാഹിക്കുക, ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള തോറ്റംപാട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയുള്ള 9 ദിവസങ്ങളിൽ തോറ്റംപാട്ടുകാരും ഇവിടെ ഉണ്ടാകും. തോറ്റംപാട്ട് പാടി അവർ ഏറ്റവും ഒടുവിൽ കണ്ണകി ചരിതം പാടി അവസാനിച്ച് പൊങ്കാലയിലേക്ക് കടക്കുന്ന മുഹൂർത്തത്തിനായാണ് ഇനിയിപ്പോൾ ഇവിടെയുള്ള ഭക്തരെല്ലാം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ സമാനതകളില്ലാത്ത തിരക്കായിരുന്നു ആറ്റുകാലിലേക്ക് ഉണ്ടായിരുന്നത്. എല്ലാ വഴികളും ആറ്റുകാലിലേക്ക് എന്നുള്ള തരത്തിലായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ കാണുന്ന ഓരോ കവലകളിലും ദേവീപീഠങ്ങളാൽ നിറയും. എല്ലാവരും ഒരുപോലെ ഈ ആഘോഷത്തെ വരവേൽക്കുകയാണ്. ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ആയിരിക്കും